സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്തിനെങ്ങനെ മെഡിസിൻ വാങ്ങിപ്പിക്കുന്നത്? ഞാൻ തുപ്പിക്കളഞ്ഞ മടുത്തു. അവരെ വിശ്വസിപ്പിക്കണ്ടേ? പിന്നെ അവൻ വീട്ടിലേക്ക് ഓടി പോകുന്നുണ്ടോ നോക്കണം. ചെല്ല്. ശരി. കിടന്നു മടുത്തു. നാളെ വരെ പിടിച്ചു നിൽക്കണമല്ലോ. ആ തീർത്ഥാടനത്തിന് പോയാൻ എവിടെയാണാവോ? ആർക്കറിയാം. ഹലോ. റോഷൻ സ്വാമി എവിടെയാ ഉള്ളത്? കേക്കുന്നില്ലേ? എവിടെയാന്ന്? ഞാൻ തിരുവനന്തപുരത്താ ഉള്ളേ. ഒരു ക്ഷേത്രത്തിലേക്ക് പോവാ. എന്റെ സ്വാമി, പെട്ടെന്ന് തന്നെ ശബരിമലയിലേക്ക് ചെല്ല്. അതിനുശേഷം മാലയൂരി വീട്ടിലെത്ത്. മാലയൂരിയാലും ക്ഷേത്ര ദർശനം നടത്താലോ. ദിവസം വ്രതം പൂർത്തിയാക്കാതെ ഞാൻ മലയ്ക്ക് പോവില്ലെന്ന് പറഞ്ഞതല്ലേ? എന്താ സ്വാമി ഇത്? ഈ കാര്യം പറഞ്ഞ് ഇനി എന്നെ വിളിക്കേണ്ടതില്ല. ഹലോ ഹലോ. റോഷൻ സ്വാമിയോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. രാഹുൽ നാളെ ബാംഗ്ലൂർക്ക് പോവുമല്ലോ. സമാധാനം. ആരാ അത്? തുറന്നോ. നീ വന്നോ? സമാധാനം. രാഹുലേ, മെഡിസിൻ വാങ്ങാൻ പോയിരിക്കുക. മെഡിസിൻ തന്നതിന് ശേഷം അവൻ പൊക്കോളും. നീ ഇവിടെ ഉണ്ടല്ലോ. കാലിന് സുഖമുണ്ടോ? എവിടെ? ഒരു മാറ്റവും ഇല്ല. തൊട്ടാൽ അറിയുന്ന പോലുമില്ല. എനിക്കിത് നടക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല കീർത്തി. സോ, ഡോക്ടറിന്റെ ചികിത്സാ റിപ്പോർട്ടും മറ്റു പേപ്പേഴ്സും ഒക്കെ ഈ ഫയലിലുണ്ട്. ഓക്കെ, ഇത് മതി. എങ്ങനെ തരപ്പെടുത്തി ഇതൊക്കെ? അറിയാവുന്നൊരു ഡോക്ടറെ ഹെൽപ്പ് ചെയ്തു. ചിന്നുവിനോട് സംസാരിച്ചോ? ഇല്ല, സമയമാവുമ്പോ സംസാരിക്കാം. അവള് പുറത്തിരിപ്പുണ്ട്. കോടതിയിൽ നിന്നും സ്വത്ത് വിൽക്കാനുള്ള അനുമതി വാങ്ങിക്കാം. പക്ഷേ ആരെങ്കിലും തടസ്സ ഹർജി ഫയൽ ചെയ്താലാണ് പ്രശ്നം. മനസ്സിലായില്ല. അതായത് സ്വത്ത് വിൽക്കേണ്ട അവസ്ഥ ഇപ്പോഴില്ല. സ്വപ്ന വേറെ വിവാഹം കഴിച്ചതാണ്. കുട്ടിയെ കബളിപ്പിച്ച് സ്വത്ത് തട്ടിയെടുക്കാനാണ് സ്വപ്ന ശ്രമിക്കുന്നതെന്നും പറഞ്ഞ് കുട്ടിയുടെ ബന്ധുക്കളോ കുട്ടിയുടെ സുരക്ഷിതത്വം ആഗ്രഹിക്കുന്ന മറ്റാരെങ്കിലുമോ കോടതിയിൽ ഒരു തടസ്സ ഹർജി നൽകിയാൽ സ്വത്ത് വിൽക്കാനുള്ള അനുമതി കോടതി നൽകണമെന്നില്ല. അങ്ങനെ ആരും നൽകാനുള്ള സാധ്യതയില്ല. കുഞ്ഞിന്റെ ബന്ധുക്കളാണെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും നടപ്പുണ്ട്. അവർക്കങ്ങനെ ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ നൽകേണ്ടത് കീർത്തിയും രാഹുലും. നമ്മളിങ്ങനെ ഒരു ഹർജി നൽകിയ കാര്യം അവരൊരിക്കലും അറിയില്ല. പിന്നെ എങ്ങനെ തടസ്സ ഹർജി നൽകും? അതെ, ഒക്കെ രഹസ്യമായിരിക്കണം. ഒരു കാരണവശാലും അവരറിയരുത്. ഇല്ല, ഞാൻ ഇന്ന് തന്നെ കോടതിയിൽ ഹർജി ഫയൽ ചെയ്യാം.
എല്ലാം വേഗത്തിലാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. താങ്ക് യു സർ. മെഡിസിൻ വാങ്ങിക്കാൻ പോയ രാഹുൽ ഇത് എവിടെ പോയി? താൻ വന്നോ? എന്താടാ വൈകിയത്? എത്ര സമയമായി പോയിട്ട്? ഫാർമസിയിൽ നല്ല തിരക്കായിരുന്നു. അതിങ്ങടാ. ഓ, നീ അങ്ങോട്ട് വെച്ചോ, സമയമാകുമ്പോ നേഴ്സ് വന്ന് പറയാം. രാഹുൽ, ഇവിടുത്തെ ട്രീറ്റ്മെന്റ് ശരിയല്ല. നമുക്ക് ഇളയമേ വേറെ ഹോസ്പിറ്റലിൽ കാണിച്ചാലോ? അതൊന്നും വേണ്ട, നമുക്കൊരു 2 ദിവസം കൂടെ നോക്കാം, എന്നിട്ട് തീരുമാനിക്കാം. ഓ, അങ്ങനെ മാറി മാറിയൊന്നും ഡോക്ടറെ കാണാൻ പറ്റത്തില്ല. എനിക്കൊന്ന് ബാത്റൂമിൽ പോണം, നീ ഒന്ന് പിടിച്ചേ. ദേ, ശരിക്കും പിടിച്ചോട്ടോ, എനിക്ക് നടക്കാൻ വയ്യാത്തതാ. ശരിക്കും പിടിക്കടി. ശരിക്കും പിടിക്കടി. പിടിച്ചേക്കുമല്ലേ? നീ എങ്ങോട്ടാ? ഞാൻ വന്നോളാം, പോയിക്കോ. ഇപ്പൊ പാവല്ലേ? തട്ടിപ്പാണ്, ഒക്കെ ആക്ടിങ്. ആ, ഞാൻ വരുമ്പോ നടന്ന് ഫോൺ ചെയ്യായിരുന്നു, പിന്നെ വയ്യായിക അഭിനയിച്ച് കിടന്നു. ഞാൻ മനസ്സിലാക്കിയതായി അവരറിഞ്ഞിട്ടില്ല. ഡോക്ടർ പറഞ്ഞല്ലേ? ഡോക്ടറും നഴ്സും ഒക്കെ ചേർന്നുള്ള കളിയായത്. എന്തിനാ അങ്ങനെ ഒരു അഭിനയം? നമ്മളെ അകറ്റി നിർത്താൻ, അല്ലാതെ എന്തിനാ? നാളെ രാഹുൽ പോകുന്നത് വരെ നമ്മൾ അടുക്കരുത്. വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കളത്തിനെ പൊളിക്കല്ലേ? അതെ. പക്ഷെ അവര് വരില്ലല്ലോ. മറ്റെന്തെങ്കിലും വഴി കാണണം കളത്തിനെ പൊളിക്കാൻ. ഒരു വഴിയുണ്ട്. എന്ത് വഴി? ഒക്കെ കണ്ടു തന്നെ അറിഞ്ഞു. കീർത്തി, ആ, ദാ വരുന്നു. ഇങ്ങോട്ട് വാ, പിടിക്ക്. അയ്യോ, എന്തൊരഭിനയം! ഒന്ന് പിടിക്കടാ. കാലെടുത്ത് ഇങ്ങോട്ട് വെക്കടി. ഓ, പതുക്കെ. ഡോക്ടർ എന്താ വരാത്തെ? വരും. ഞാന് ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. എന്തിന്? ഡോക്ടർ വന്നോളൂ. ഞാൻ ചെന്ന് കാണുന്നുണ്ട്, എന്താ കുഴപ്പം? ട്രീറ്റ്മെന്റിന്റെ പുരോഗതി ഒന്ന് അറിയണമല്ലോ. നീ നിനക്കെന്താ ഒരു കറക്കം? ഏയ്, ഒന്നുമില്ല. ഭയങ്കര വിത്ത് തന്നെ. കീർത്തി ഇപ്പൊ ശരിയാക്കി തരും. മുമ്പ് അമ്മയോട് ചെറിയ പണക്കുണ്ടായിരുന്നില്ലേ മോൾക്ക്? ഇപ്പൊ ഇതൊക്കെ മാറിയില്ലേ? അമ്മയ്ക്കല്ലേ എന്റെ അടുത്ത് ഇഷ്ടക്കുറവുണ്ടായിരുന്നത്? മോളോട് ഇഷ്ടക്കുറവുണ്ടായിട്ടല്ല, കീർത്തിയോടുള്ള ദേഷ്യം മോളോട് കാണിച്ചതാ. അമ്മക്കിപ്പൊ മോളായല്ല എന്താ ഇഷ്ടം അറിയും മോളെ? ചെന്നുമോക്ക് അത് മനസ്സിലായില്ലേ? മനസ്സിലായി. എന്റെ അമ്മ നല്ല അമ്മയാ. കീർത്തി ആന്റിയെ പോലെയുള്ള അമ്മയായിരിക്കണേന്ന് ഞാൻ പറയായിരുന്നു. ഇപ്പൊ അങ്ങനെ തന്നെയായി. എന്നെ അവളുമായിട്ട് ഉപമിക്കരുത് കേട്ടോ. പിന്നെ നമ്മൾ എവിടെ പോയി, എങ്ങനെ പോയി എന്നൊക്കെ കീർത്തി മറ്റുള്ളവരും ചോദിക്കും. മോളെ ഒന്ന് വിട്ടു പറയല്ലേ.
ഇല്ല. ഹോസ്പിറ്റലിൽ കയറിയതും ചെക്കപ്പ് നടത്തിയതും വക്കീലിനെ കാണാൻ പോയതും അവരോട് പറയല്ലേ? ചോദിച്ചാ എന്തു പറയണം? ചോദിച്ച ഫാദറിനെ കാണാൻ പോയി എന്ന് പറയണം. അവിടെ അനാഥാലയം മറ്റൊക്കെ ഉണ്ട്, കുട്ടികളൊക്കെ കണ്ടെന്നും പറയണം. പിന്നെ എവിടേക്കോ കറങ്ങിന്നും പറയാം. ആ മിടുക്കി. അമ്മയ്ക്ക് ചെറിയൊരു തലവേദന, കുറച്ച് സമയം വിശ്രമിക്കട്ടെ. മോള് പോയി ഫ്രഷ് ആയിട്ട് വാ. വേറെ ഹോസ്പിറ്റലിൽ കാണിക്കാന്ന് പറയുമ്പോ എന്താ ഒരു ടെൻഷൻ? എന്ത് ടെൻഷൻ? ഒരു ടെൻഷനും ഇല്ല. ഇവിടുത്തെ ഡോക്ടർ നല്ല ഡോക്ടറാ. പിന്നെന്തിന് വേറെ പോകണം? എന്ത്? ഡോക്ടറെ കണ്ടോ? ഡോക്ടർ എന്ത് പറഞ്ഞു? ആ, ഈ കാലിന് തൊട്ടാൽ അറിയുന്നില്ലല്ലോ. മെഡിസിൻസ് മാത്രം നൽകിയാ പോരാ, ഇടയ്ക്കിടെ നമ്മൾ കാലിൽ സ്പർശിക്കണം എന്ന് പറഞ്ഞു. അതായത് കാലിൽ തൊട്ട് ഉണർത്തണം. അതെ അതെ. ഓഹോ, കാലിൽ മസാജ് ചെയ്യാൻ പറഞ്ഞു അല്ലേ? അയ്യോ, ചെയ്തു ചെയ്തു. അതല്ല, വേറെ ചില ട്രീറ്റ്മെന്റ്സ് ചെയ്യാനാ പറഞ്ഞത്. അതിലൊന്നാണ് ഇത്. ഈർക്കിലോ? അതെ, ഈർക്കിൽ ചികിത്സ. അതെങ്ങനെ? കണ്ടോളൂ. ഈ തൊട്ടാൽ അറിയാത്ത കാലിൽ ഈർക്കില് കൊണ്ട് ഇങ്ങനെ സ്പർശനം അറിയുന്നുണ്ടോ? ഇല്ല. എങ്ങനെ അറിയാനാ? സ്പർശന ശേഷി ഇല്ലല്ലോ കീർത്തി. ഓ, ഇപ്പോഴോ? ചെറുതായിട്ടുണ്ടോ? ഇപ്പോഴോ? ഞാൻ പിടിക്കാം, നീ ചെയ്തോ. ഇപ്പോഴോ? ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ ശരിയാക്കി തരാമേ. അപ്പൊ കാലിന് സ്പർശനശേഷി ഉണ്ടല്ലേ? പിന്നെ ഈക്കളിട്ടുണ്ടല്ലോ ചിരിച്ചത്. ഞാനേ ഒരു സിനിമയുടെ തമാശ കൊടുത്ത് ചിരിച്ചതാ. ഇപ്പൊ ശരിയാക്കി തരാം. ഇപ്പോഴും സിനിമയിലെ തമാശ ചിരിച്ചല്ലേ? എന്തൊരു തമാശ. അപ്പോ ചിരിച്ചത് ഇക്കിളി പെടുത്തതുകൊണ്ടല്ല. ഞാനേ ഡോക്ടറെ ഒന്നുകൂടെ ഒന്ന് കാണട്ടെ, എന്താ പറയുന്നേ നോക്കട്ടെ. അതുവരെ ഞാൻ ഈ ചികിത്സ തുടരാം. ഓക്കെ, ശരി എന്നാ. അപ്പോ നമുക്ക് ഈ ചികിത്സ തുടരാം അല്ലേ? എന്തേ ഇപ്പൊ തമാശ ഓർത്തിരിക്കാൻ തോന്നുന്നില്ലേ? ഇല്ല, നീ പോടാ. ഇനി അടുത്ത് എന്തായിരിക്കാവോ? കീർത്തിക്കേ അറിയൂ. അമ്മേ, എപ്പോഴും ഇങ്ങനെ വിളിക്കാതെ, ആരെങ്കിലും കേക്കും. ഇപ്പൊ തലവേദന ഉണ്ടോ? കുറവുണ്ട്. അത് കള്ളം. തലവേദനയുണ്ട്. ഞാൻ ബാമ്പുരുട്ടി തരാം കേട്ടോ. വേണ്ട മോളെ. വേണം.
എത്ര പെട്ടെന്നാണ് കുട്ടിയുടെ മനസ്സ് മാറിയത്. ഇപ്പൊ സ്വപ്നയായ എല്ലാം കീർത്തിയെ കൂടി മറന്നു. അല്ല, കുറെ സമയമായോ നിങ്ങൾ വന്നിട്ട്? കുറച്ച് സമയായി. ആന്റിക്ക് തലവേദന, ബാമ്പൊരട്ടി കൊടുക്കുക. നേരത്തെ വന്നിട്ടെന്തേ മോള് മുത്തച്ഛനെ കാണാണ്ടിരുന്നത്? കീർത്തി ആന്റിയെ കുറിച്ച് അന്വേഷിച്ചത് പോലുമില്ല. എവിടെ പോയതാ കീർത്തി ആന്റി? ഇവിടെ കാണുന്നുമില്ല. രാഹുലും കീർത്തി ഹോസ്പിറ്റലിലാ ഉള്ളത്. അനുപമയെ അവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുക. അഡ്മിറ്റ് ചെയ്തെന്നോ? അവൾ ഇവിടെ ഒന്ന് വീണു, കാലിന് പരിക്കുണ്ട്. തൊട്ടാ പോലും അറിയുന്നില്ലെന്നാ പറയുന്നത്. അയ്യോ, ഞാനൊന്നും അറിഞ്ഞില്ല. ഒന്ന് വിളിച്ചു പറയായിരുന്നില്ലേ? ഞാൻ ഹോസ്പിറ്റലിൽ പോണോ മുത്തശ്ശ? എന്തിന്? അതിന്റെ ആവശ്യമൊന്നുമില്ല. അവര് രണ്ടുപേരുണ്ടല്ലോ അവിടെ. അനുപമ ആന്റി രാഹുൽ അങ്കിളിനോടും കീർത്തി ആന്റിയോടും അടിയല്ലേ? പിന്നെന്തിനാ അവര് കൂടെ നിൽക്കുന്നേ? ആർക്കറിയാം. വീണെങ്കിൽ ഇളയമെന്താ എന്നെ വിളിക്കാത്ത? എന്താടാ നോക്കുന്നേ? ഒന്നുമില്ല. നീ എന്റെ ഫോണിങ് എടുത്തേ, ഞാൻ ഡോക്ടറെ ഒന്ന് വിളിക്കട്ടെ. ഇത്തവണ എന്താണോ അടുത്ത പണി എന്തുവാണോ? എന്താ ടീച്ചർ പറയുന്നേ? ഡോക്ടറെ വിളിക്കണമെന്ന്. ഓ, ഡോക്ടറെ ഒന്നും വിളിക്കണ്ടെന്നേ. ഞാനേ ഡോക്ടറെ കണ്ട് സംസാരിച്ചിരുന്നു. പിന്നെ എന്തിനാ വിളിക്കുന്നത്? ഡോക്ടർ എന്ത് പറഞ്ഞു കീർത്തി? ഇതെന്തിന്? കണ്ടോ? എന്താ നടി കാണിക്കുന്നേ? അതെ, ഡോക്ടർ പറഞ്ഞതാ, കാലിലെ ഉണരാത്ത കോശങ്ങളെ അടിച്ചുണർത്തണോന്ന്. എങ്കിലേ മരവിപ്പ് മാറൂ, തൊട്ടാൽ അറിയൂ. ഇത് കൊള്ളാലോ. കാല് പോയ ഇളമയ്ക്ക് എണീറ്റ് നടക്കണ്ടേ, കോശങ്ങൾ ഉണർത്തണ്ടേ. അടിക്ക് കീർത്തി. മുറുക്കടിക്ക്. എന്തിനാ കരയുന്നേ? അതേതോ സിനിമയിലെ ദുഃഖ സീനോർത്ത് കരയേ. ഇപ്പൊ വേദന ഉണ്ടോ അനുപമ ടീച്ചറെ? കുറച്ചുകൂടി മുറുക്കടിക്ക്. ഞങ്ങളുടെ കളി. എവിടെ ഓടുക? അനുപമ ടീച്ചർ നിൽക്ക്. തന്റെ പ്ലാൻ കൊള്ളാം. ഇനി ഇളയമ്മ ഇതുപോലെ അസുഖം അഭിനയിക്കില്ല. പേഷ്യന്റ് എവിടെ? അയ്യോ, പേഷ്യന്റ് അങ്ങ് ഓടിപ്പോയി. ഓടിപ്പോവാനോ? അതെ, ഡോക്ടറിന്റെ ചികിത്സ ഫലിച്ചില്ലല്ലോ. കീർത്തി ഒരു ചികിത്സ നൽകി. അതോടെ കാലിന്റെ ചലനശേഷി തിരികെ കിട്ടി. ഇവിടുന്ന് ഓടിപ്പോയി. നിലവിളി കേട്ടില്ലേ? ഒത്തുകളി കൊള്ളാം. ഇനി ഡോക്ടർക്ക് ചികിത്സ വേണോ? ഞാൻ കൗൺസിലാ. ഓ, പാവ അനുപമ, എനിക്കിപ്പോ സങ്കടം തോന്നുക. എഴുന്നേൽക്കാൻ കഴിയാതെ എത്ര നാളിങ്ങനെ കിടക്കും? മറ്റെവിടെയെങ്കിലും കൊണ്ടുപോകുന്നതാണ് നല്ലത്. ഒന്ന് പറഞ്ഞു നോക്കാം. അവൾക്ക് ഡാൻസ് കളിക്കേണ്ടതല്ലേ? അതല്ലേ അവളുടെ ജീവിത മാർഗം. ഇങ്ങനെയൊക്കെ വീണ എല്ല് പൊട്ടും, കാലിന്റെ സ്പർശനശേഷി പോവോ? വിധി അല്ലാണ്ട് എന്താ പറയാ? അയ്യോ,
ഇവൾക്കെന്തു പറ്റി? കാലിന്റെ അസുഖം ഭേദമായോ? എന്താ അനുപമേ, അസുഖം ഭേദമായല്ലോ മോളെ, ഇതെന്തു മറിമായം? അത്ഭുതം തന്നെയാണ് അച്ഛാ. പെട്ടെന്ന് എനിക്ക് എണീറ്റ് നടക്കാൻ പറ്റി. കാലിത്തൊട്ട അറിയോ? എന്തൊരു ചോദ്യം അത്! അവൾ ഓടി വന്നത് കണ്ടില്ലേ? അല്ല, എവിടെ രാഹുലും കീർത്തിയും? ഞങ്ങളിവിടെ ഉണ്ട്. എത്തിയോ എന്റെ അമ്മേ? ഇവക്കതെന്തു പറ്റി? ഭയങ്കര അത്ഭുതം തന്നെ. പെട്ടെന്ന് അനുപമയുടെ കാലിന്റെ അസുഖം മാറിയല്ലോ. ഇവക്കാണ് അതിന്റെ ക്രെഡിറ്റ്. കീർത്തി ഒരു മരുന്ന് നൽകി, അപ്പൊ തന്നെ കാലിന്റെ അസുഖം ശരിയായി ഇറങ്ങി ഓടി. ഡോക്ടറെക്കാളും വലിയ നഴ്സോ? ചില നേഴ്സുമാര് അങ്ങനെയാണ് മുത്തശ്ശ. എന്താ വടിയൊക്കെ ആയിട്ട്? ആഹാ, അതൊക്കെ ഉണ്ട്. ഈ നന്നാവാത്തവരെ അടിച്ച് ശരിയാക്കണമെന്ന് പറയാറില്ലേ, അതിന് ഈ വടി ആവശ്യമാണ്. നോട്ട് ദ പോയിന്റ്. അവളെന്താ ഉദ്ദേശിച്ചത്? എന്തൊക്കെയോ പന്തികേട് മണക്കുന്നുണ്ടല്ലോ. എന്തെങ്കിലും ആവട്ടെ, എന്തായാലും അനുപമയുടെ കാലിന്റെ അസുഖം മാറിയല്ലോ, അത്രയും സമാധാനം. അത് ശരിയാ. കാലിന് വയ്യ ഹോസ്പിറ്റലിലാന്ന് പറഞ്ഞിട്ട് എലമ്മ എത്ര പെട്ടെന്ന് കാല് ശരിയായോ? ഓ, ഒക്കെ അടവായിരുന്നു മോളെ. പക്ഷെ കീർത്തി അത് പൊളിച്ചു. ആകെ നാണം കിട്ടും. നാളെ രാഹുൽ ഫുട്ബോൾ ക്യാമ്പിൽ പങ്കെടുക്കാനായിട്ട് ബാംഗ്ലൂർക്ക് പോവുമല്ലേ? അതുവരെ രണ്ടിനെ അകറ്റി നിർത്താനായിരുന്നു പ്ലാൻ. അതുകൊണ്ട് വീണതായിട്ട് ഞാൻ അഭിനയിച്ചതാ. കീർത്തി ഹോസ്പിറ്റലിലും രാഹുൽ ഇവിടെയും. നാളെ അവൻ പോയി കഴിഞ്ഞതിന് ശേഷം ഇവിടേക്ക് വന്നാ മതിയെന്നാ കരുതിയത്. പക്ഷെ നേരത്തെ വരേണ്ടി വന്നു. അയ്യോ, നീ ഈ വടി അവിടെ ഉപേക്ഷിച്ചില്ലേ? ആവശ്യം വരൂന്ന് കരുതി കൊണ്ടുവന്നതാ. ഇങ്ങോട്ട് മാറ്. ഇപ്പൊ ആവശ്യം വന്നു. ഡോക്ടർ ഇപ്പൊ വിളിച്ചിരുന്നു. ഇപ്പൊ അനുപമ നടന്നു. പക്ഷെ ഇനിയും തളർച്ച വന്നേക്കാം. വീണ്ടും വരാതിരിക്കാനായി കാലിൽ ഇടയ്ക്കിടയ്ക്ക് അടിക്കണമെന്ന് പറഞ്ഞു. കാല് കാണിക്ക്, അടിക്കട്ടെ. വരാനുള്ള സാധ്യതയൊന്നുമില്ല. വരാൻ സാധ്യതയുണ്ട്. ഡോക്ടർ പറഞ്ഞതല്ലേ. ഇതൊരു ചികിത്സയാണ്, നീ ഇതിൽ ഇടപെടണ്ട. കാണിക്ക്, എന്നെയും രാഹുലിനെ അകറ്റാനുള്ള നമ്പർ കൊള്ളാം. ഇനി ഇതുപോലുള്ള നമ്പറുമായിട്ട് വന്ന ഇതിലും വലുത് തരിഞ്ഞ് നിങ്ങൾ എത്ര അടവെടുത്താലും അത് ഞാൻ പരാജയപ്പെടുത്തും. അതറിയാലോ. അതുകൊണ്ട് അടങ്ങിയിരിക്കാം.